അതിനുവേണ്ടിയുള്ള ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിതിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് നമ്മുടെ എറണാകുളം ചവറ കൾച്ചറൽ സെൻറ്റർ എന്നുള്ള ദൃശ്യമാണ്. ചവറ കൾച്ചറൽ സെൻറ്ററിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. എറണാകുളം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, വല്ലാത്തൊരു, നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റെവിടെയെങ്കിലും ഇത്രത്തോളം ബിൽഡിംഗ് ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ പോലെയാണ്. അത് മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുക. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് MMA മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ചവറ കൾച്ചറൽ സെൻറ്ററിൽ വെച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ 7ാം നിലയിലാണിപ്പോൾ. 7ാമത്തെ നിലയിൽ നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത്. വളരെ മനോഹരമായ എത്രയോ 10 നില, 14 നില, 15 നില, 20 നിലയൊക്കെയുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യമാണ്. സന്തോഷം. ഇതിൽ വിശ്വാസം അർപ്പിച്ച നിങ്ങളെല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം പുതിയ ആൾക്കാർക്ക് എല്ലാവരും എൻ്റെ പേരാണ് നിർദ്ദേശിച്ചുകൊണ്ട് വന്നത്. കഴിഞ്ഞാണെങ്കിൽ ഞാൻ അവിചാരിതമായിട്ടാണ് കടന്നു വന്നത്, സംസ്ഥാനത്തേക്ക് കടന്നു വന്നത്. ഇനി ഞാൻ താഴത്തെ നിലയിലേക്ക് ഇറങ്ങുകയാണ്. 7ാം നിലയിൽ നിന്ന് 6ാം നില എത്തിയിട്ടില്ല. 6ാം നിലയിലേക്ക് എത്താൻ ഇനിയും ഒരു കുറച്ച് സ്റ്റെപ്പും കൂടെ ഇറങ്ങണം. ഇവിടെ നിന്നുള്ള ഒരു ദൃശ്യം കൂടെ ഞാനിതിൽ പകർത്തുകയാണ്. അങ്ങ് ദൂരെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടുന്ന് മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല. ഇവിടെ മറവുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനിടയിലൊക്കെ കൊച്ചു കൊച്ചു വീടുകളുണ്ട്, ഓഫീസുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്, അതുപോലെ തന്നെ പല പല സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടുന്ന് വ്യക്തമാവില്ല. ഇവിടെ നമുക്ക് കാണുന്ന തലയുയർത്തി നിൽക്കുന്ന, മാനം മുട്ടി നിൽക്കുന്ന ഫ്ലാറ്റുകളാണ്, അല്ലെങ്കിൽ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ നടക്കുട്ടി ഭാവിയിലുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും കാണും. എല്ലാം കഴിയാവുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളായിട്ട് MMPക്കൊപ്പം അധികാരം വേണമെന്നില്ല, മുമ്പും ഉണ്ടാവും. എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏത് രാജ്യത്തിലും എന്ത് കാര്യങ്ങളിലും എനിക്ക് വേറെ കാര്യം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലായാലും എല്ലാവരും കൂടി ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം മാത്രമാണ്, നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഗ്രൂപ്പിൽ പറയും.